നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന റവ ലഡുവിന് കുറച്ചൊരു വ്യത്യാസമായിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ നമ്മളിങ്ങനെ ഒരു ലഡു ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ദിവസം വരെക്കും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ട റവയൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് റവ എടുത്തിന്. അപ്പോൾ റവയിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഏകദേശം ഒരു 8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇതില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മൊത്തത്തിൽ മാറിപ്പോകും. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തിനെന്നുള്ളത് മനസ്സിലാകുന്നത് നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ നല്ല തരിതരിപ്പായിട്ട് മണൽ പോലെ ഉണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ലൈറ്റ് ഒന്ന് കളറ് മാറുന്ന സ്റ്റേജിലാണ് എടുക്കേണ്ടത്. ഒരുപാട് കളർ മാറേണ്ട, ചെറിയൊരു കളർ മാറ്റം അങ്ങനെ വരുമ്പോഴേ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അടുത്തത് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 15 അണ്ടിപ്പരിപ്പാണ് എടുത്തിന്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇത്ര അളവ് എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്ര എടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരിയും ഇത്ര അളവ് എന്നില്ല, നമുക്ക് വേണ്ട അളവിൽ എടുക്കാം. മുന്തിരിയും ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വറുത്തതിന് ശേഷം ഇതും മാറ്റി വെക്കാം. അടുത്തത് ഈ ബാക്കി വരുന്ന ഇതേ നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിന്. അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് ഇതൊന്ന് മിക്സിയിലിട്ട് ലൈറ്റായിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വലിയ വലിയ കഷ്ണം പോലെ ഉണ്ടാവും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ കഷ്ണം പോലെ ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തേങ്ങ 1 മിനിറ്റ് മാത്രം വറുത്തെടുത്താൽ മതി. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 1 കപ്പ് ശർക്കര പൊടിച്ചതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് അലിയിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ശർക്കരയിൽ ചിലപ്പോൾ നല്ല ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ശർക്കരയാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വറ്റിച്ചെടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. അപ്പോഴും മാത്രമേ ലഡു ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം വരെക്കും ഇത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ശർക്കര നല്ല കയ്യിൽ ഒട്ടുന്ന പരുവാവുന്ന വിധത്തിലാണ് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടി ചേർത്തിട്ടുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് വറ്റി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് റവ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വറ്റിച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ റവ ഒട്ടും കുതിർന്നു പോവില്ല. സാധാരണ നമ്മൾ ഉപ്പുമാവിലുണ്ടാക്കുമ്പോൾ റവയൊന്നും കുതിർന്നു പോവില്ല. ആ രീതിയിൽ വരാണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ല ആ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്ന വിധത്തിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ റവ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചൂടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂട് മാറിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് ഡ്രൈ ആയിട്ടോ അല്ല കുതിർന്ന പോലെയോ അല്ല ഉണ്ടാവുക. ഇങ്ങനെ കയ്യിലൊട്ടുന്ന ആ ഒരു പരുവം ഉണ്ടാവില്ല, ആ രീതിയിലാണ് ഉണ്ടാവുക. അതിനുശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ലൈറ്റായിട്ടൊന്ന് നെയ്യ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മീഡിയം വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് കുറച്ച് കൂടുതൽ ദിവസം വരെക്കും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ തേങ്ങയായാലും നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കണം. അപ്പോഴും മാത്രമേ നമുക്കിത് കുറച്ച് കൂടുതൽ ദിവസം വരെക്കും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഏകദേശം 1 മണിക്കൂറിന് ശേഷം വീണ്ടും എടുക്കുന്നത്. നമുക്ക് ഈ സമയത്ത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, ഉൾഭാഗമെല്ലാം ആ ഇങ്ങനെ ഒട്ടുന്ന ആ ഒരു പരുവത്തിലാണ് ഉള്ളത്. ഒരുപാട് ഡ്രൈ ആയിട്ടും അങ്ങനെയല്ല ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്